ഫ്രണ്ട്സ്, കമ്മ്യൂണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വിജയശ്രീന് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ വിജയശ്രീന്റെ ബർത്ത്ഡേ ജൂൺ 5 അപ്പൊ വിജയശ്രീ മെയ് 10 വിജയശ്രീ തിരിച്ചു പോകും. അപ്പൊ ബർത്ത്ഡേ വിജയശ്രീ എന്തായാലും ഇവിടെ കണ്ടില്ല. ഇങ്ങനെ ഞാൻ 3038 രൂപ എടുത്ത് നേവി ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു വാച്ച് ഞാൻ ഇത് ഓപ്പൺ ചെയ്തില്ല. ഇത് വിജയശ്രീന് കൊടുക്കാനായിട്ടാണ്. അപ്പൊ ഇതാണ് കേട്ടോ സംഭവം. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തെന്ന് വീട്ടിൽ ഞാൻ അക്ഷയയിലായിരുന്നു, അമ്മ വാങ്ങിച്ചു അക്ഷയെന്ന് വന്ന് കയറിയുള്ളേ ഇത് നോക്കണായിരുന്നു എന്റെ ഫസ്റ്റ് പണി. അപ്പൊ എന്തായാലും വിജയശ്രീന് കൊടുക്കുന്ന വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ശംഖുമുഖത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു. പോകുന്ന വഴിക്ക് എനിക്ക് മുടിഞ്ഞ ബ്ലോക്ക്. ഇത് സ്ഥലം ചാക്ക, തിരുവനന്തപുരം ചാക്ക എന്നൊരു സ്ഥലത്താണ് നമ്മള്. അമ്മ വിജയശേട്ടൻ അമ്മ ബേക്കിലെയോ, പിന്നെ ഞാൻ ഫ്രണ്ട് ഇരിക്കുകയാണ്. അവിടുന്ന് മുടിഞ്ഞ ബ്ലോക്കാണ്. നമ്മള് ഇനിയിപ്പൊ നേരെ ശംഖുമുഖത്ത് പോയിട്ടുണ്ട്. സർപ്രൈസ് ഉണ്ട്, നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ഉണ്ട് ഗൈസ്. വിജേഷ് VPR, താങ്കൾക്ക് കടൽ തീരത്ത് പോകുമ്പോൾ എന്തേലും കുറിക്കാൻ വേണം. ചൂടുള്ള കപ്പലണ്ടി ആയാലോ, ഉണക്കമുന്തിരി ആയാലോ. പറയൂ വിജേഷ് VPR, താങ്കൾക്ക് എന്ത് വേണം? കപ്പലണ്ടി, ചൂടുള്ള കപ്പലണ്ടി, കപ്പലണ്ടി മുട്ടായി. പക്ഷെ ചൂടുള്ള കപ്പലണ്ടി വാങ്ങിച്ചു തരണോന്ന് പറഞ്ഞാലും എന്റെ ഒരു അണക്കായില്ല. നമ്മള് എന്താ മാന്യത വെച്ച് ചോദിച്ചതാണ്. എന്തേലും വലിക്കാൻ ചോദിക്കണെന്നാ അതാണ് എന്റെ. എനിക്ക് ശമ്പളം വരട്ടെ, ശമ്പളം വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. ഇരുന്ന് പൊട്ടിക്കടാ, അവിടെ ഇരുന്ന് പൊട്ടിക്കുകയാണ്. എന്തൊരു സാധനമാണെന്ന് പറഞ്ഞ് നോക്കട്ടെ. സംഭവം ഇത്രയും നേരം നമ്മള് വെറും പൊട്ടനായിരുന്നു കേസ്. വണ്ടി ഓട്ടിച്ച് ഇവിടം വരെ വന്നിട്ട് നമ്മളിത് അറിഞ്ഞില്ല എന്തരാണെന്നുള്ളത്. നമ്മളെ വെറും പൊട്ടനാക്കിയിരിക്കുകയാണ്. എന്തരാണെന്ന് ഞാൻ നോക്കട്ടെ. എന്താടി എന്തരാണെന്ന് എനിക്ക് ഇതുവരെയ്ക്കും പിടിയിട്ടില്ല. ബ്ലൂടൂത്ത് സ്പീക്കറോ അല്ലെങ്കിൽ ഹെഡ്സെറ്റോ അങ്ങനെ വല്ല ആയിരിക്കും. നേവി ഫോഴ്സ്, വാവ്, നേവി ഫോഴ്സിന്റെ വാച്ചാണ് ഗൈസ്. നീ ഇതിനാണ് നേവി ഫോഴ്സ് തിരക്കിയത്? ഒരിക്കൽ അവൾ എന്നെ വിളിച്ചു പറഞ്ഞ് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിയുടെ മോന് ഇങ്ങനെ നേവി ഫോഴ്സിന്റെ വാച്ച് ഇങ്ങനെ തിരക്കണം എങ്ങനെയാണ്. അപ്പൊ ഞാൻ വിളിച്ച് വിലയൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷെ ഇത് എനിക്കാണെന്നുള്ള ട്രാപ്പ് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ G-Shock കിടക്കണത്. എവളെ നേവി ഫോഴ്സ് ഇട്ടെന്നും പറഞ്ഞപ്പോൾ ഈ G-Shock കളയുന്നതില്ല. ഇത് നമ്മളെ ചേട്ടന്റെ ഗിഫ്റ്റ് എന്നാണ്. ഒരു 8 വർഷമായ വാച്ചാണ് കേസ്. നമ്മളിതൊക്കെ കളഞ്ഞിട്ടില്ല. സ്വന്തം പൈസക്ക് കടം വാങ്ങിച്ചതാണെങ്കിൽ ബാക്കി 2000 എന്റെ കഷ്ടപ്പാടാണ്. ആരെയാണ് കടം വാങ്ങിച്ചത്? 1000 ഇതിനാണോ നീ 1000? വാവ്, സെലക്ഷനൊക്കെ കൊള്ളാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെതർ ചെയിനും കൂടി ആയിരുന്നെങ്കിൽ പൊളിച്ചിടാം. കൊടുത്തത് പോരാ, കൊടുത്തപ്പോഴത്തേക്ക് ഇതിനെ കൊള്ളാം കേസ്. നൈസ് ആയിട്ടുണ്ട്, അടിപൊളി സാധനം. വെറും 3038 രൂപ. ഓ, ടാസ്ക് ആയിപ്പോയിട്ട്. ഞാൻ പറഞ്ഞ 1000 രൂപ അമ്മയിൽ ഞാൻ കടം വാങ്ങിച്ചെങ്കിൽ ബാക്കി 2000 എന്റെ പൈസയാണ്. 1000 അമ്മയ്ക്ക് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ പൈസ ഞാൻ വാങ്ങിച്ചു. ഇങ്ങനത്തെ ലെതറായി, ഒരു ഗ്രീൻ കളറായി നോക്കിയത്. ഈ ബ്രാൻഡ് പറഞ്ഞത് ആരും പറഞ്ഞില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. നേവി ഫോഴ്സാ? എങ്ങനെ കെട്ടണം?
ബർത്ത്ഡേക്ക് ഞാൻ തന്നില്ലെന്ന് പറയും. എന്റെ ബർത്ത്ഡേ ജൂൺ 5 വിജയശ്രീയുടെ ആ ടൈമിലൂടെ ഉണ്ടാ ഇല്ല. വാച്ച് ഒതുങ്ങത്തില്ല ബർത്ത്ഡേ ഗിഫ്റ്റ്. വാച്ചില്ല, ഞാൻ ഒന്നും നോക്കില്ല. ഒരു ഐഫോൺ വാങ്ങിച്ചു തരാം മതിയാ. ഇതൊന്നും നല്ല സ്വഭാവം. ഒരു വാച്ച് ഇടാൻ പോലും അറിഞ്ഞുകൂടാത്ത ശവം. അടിച്ചോണ്ടോ ഇതിനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ഉണ്ട് സാധനം. ഒന്നും ചെയ്യണ്ട, സാധനം കൊള്ളാം. കൊള്ളാം, നൈസ് സാധനം.